ഗൈസ് നമ്മുടെ ഹലോ ഗായ്സ് നമ്മുടെ സർവേ സീസണിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഒരു ഫാം ഉണ്ടാക്കാനായിരുന്നു നമ്മുടെ പ്ലാന്. ചുറ്റും നമ്മൾ വെള്ളമൊക്കെ നിറച്ചു. അതിൻ്റെ ഇവിടെ സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. സോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള 47 വുഡിന് ശരിക്കും വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. ഒരു സ്റ്റക്ക് പ്ലാന്റ് മതി. ഇന്നത്തെ വീഡിയോ നമ്മളത് ബിൽഡിങ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മളത് ബിൽഡിങ് ചെയ്യാം ആൻഡ് നമുക്ക് കുറച്ച് വുഡും കളക്കണം. ആ രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ടുള്ള മോട്ടീവായിട്ടുള്ളത്. ബട്ട് അതിന് മുമ്പായിട്ട് അമ്മമാരെ കൊണ്ട് തോറ്റു ഗൈസ്. അതായത് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നമുക്ക് ഒന്ന് പൊട്ടിച്ചറിഞ്ഞിട്ട് പൊട്ടത്തരം കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള സ്ലാബ് നേരെ പോയി നമ്മൾ അവിടെ സ്ഥാപിക്കണം. ക്യാറ്റിൽ നട്ടെടുക്കുന്നുണ്ട്. ഇവിടെ ക്യാറ്റിലുള്ള ഇന്നെനിക്ക് അധികം റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പണി ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ദിവസം അല്ല ഞാനത് മറ്റൊരു ദിവസത്തിൽ അപ്ലോഡ് ചെയ്യുന്ന അതുപോലെ അന്ന് രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ വീഡിയോ ഞാൻ കിടക്കാൻ നേരത്തത് 11 മണിയായപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ വീഡിയോ എന്തായാലും നല്ല ലെങ്ത് ഇല്ലായിരിക്കും, തീരെ ലെങ്ത് ഇല്ലായിരിക്കും. സോ എന്തായാലും പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാം. അത്ര ഓക്കെ, നമ്മൾ ആ പണി തീർത്തു. ആൻഡ് നമ്മൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ 50 ഷുഗർ ഇവിടെ ഇതിങ്ങനെ നട്ട് വെക്കാം. ക്യാരറ്റ് ഇവിടെ നട്ട് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് വളരുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് നമുക്ക് ഫാമായിട്ട് യൂസ് ചെയ്യാം. ക്യാരറ്റ് വളരുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാരറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയും ഭാവി ഗോൾഡൊക്കെ കിട്ടുകയും നമുക്ക് ഗോൾഡൻ ക്യാരറ്റൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യാം. സോ ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. സോ എച്ചിത്തന്നെ ഞാൻ പറയാത്തൊരു കാര്യം ഈ വീഡിയോയ്ക്കകത്ത് പറയാം. ഗൈസ് ഉണ്ടോ 50 വെച്ചിട്ട് പോലും ഇവിടെ തികഞ്ഞില്ല, എത്ര ഇനിയുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതുവരെ ആപ്പിൾ നമ്മുടെ കൈ കൊണ്ട് നിറയ്ക്കേണ്ടതായിട്ട് വരും.
സോ ഈ ചെറിയൊരു ഫാമിലൂടെ നമ്മളുടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ജോലിയാണ് വുഡ് കളക്ട് ചെയ്യാൻ പോവുക. ഗൈസ്, അടുത്തൊരു പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് നമുക്ക് വുഡ് കളക്ട് ചെയ്യാൻ പോവുക എന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ വിചാരിച്ച പണിയെ അത് ആ രണ്ട് പണിയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി ബിൽഡ് ചെയ്യാൻ വുഡ് കളക്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ എന്തോ കാരണം കൊണ്ട് ഫാമിൻ്റെ ബാക്കി ബിൽഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. നിങ്ങൾക്കത് മനസ്സിലേക്കാണെന്ന് എനിക്കറിയാം. കൂടുതൽ ഇതുള്ള തേക്ക് പോകാം. അപ്പോൾ ശരി, ഓക്കെ. മൊത്തം വുഡും കളക്ട് ചെയ്യണം. ബിക്കോസ് വുഡ് നമുക്ക് തീരില്ല. പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ ടൂൾസൊക്കെ വുഡ് ഏറ്റവും ആവശ്യമുള്ള ഭാഗത്തൊന്നും വുഡ് നമ്മുടെ കയ്യിലില്ല. ആണ് നമ്മുടെ കയ്യിൽ അയൺ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അയൺ കോളത്ത് കൊന്ന് കിട്ടിയ അയണെല്ലാം നമ്മൾ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്. സോ അതുകൊണ്ട് നമുക്ക് പുതിയ അയൺ ഇങ്കട്ട് കിട്ടിയാൽ മാത്രമേ ഇന്നതായാലും ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനെ 8 ട്രീക്കെത്താൻ ഡീഹൈ പോകുന്നത് ഞാൻ വിചാരിച്ച് പീനെ കുത്താൻ വന്നത്. ആൻഡ് ഈ വില്ലേജിലുള്ള അയൺകോലം അതിൻ്റെ നമുക്ക് 5 ബ്രെഡാണ് കയ്യിലുള്ളത്. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇനി നമ്മളെ മറ്റൊരു പ്ലാനും കൂടെ അത്യാവശ്യം കൂടി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുപ്പത്താറ് ലോഗ് നമുക്ക് കളക്ട് ചെയ്തപ്പോൾ നമുക്ക് 2 സ്റ്റാക്കോളം അടുപ്പിച്ച് 2 സ്റ്റാക്ക് 2 സ്റ്റാക്ക്, ഒരു സ്റ്റാക്കും 60 എണ്ണവും നോക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇനി ആവശ്യമുള്ള വസ്തു നമുക്ക് എന്തായാലും കളക്ട് ചെയ്യേണ്ടത് അത്രത്തോളം ആവശ്യമുള്ള കാര്യമാണ്. സോ നമുക്ക് അതുവരെ ജീവിക്കണ്ടേ. നമുക്ക് വില്ലേജേഴ്സിൻ്റെ ഹേവിയിൽ എടുക്കാനായിട്ട് വില്ലേജേഴ്സിൻ്റെ ഏരിയയിൽ എടുക്കുമല്ല. വില്ലേജേഴ്സിൻ്റെ അറിയാമല്ലോ ഗൈസ്, ഏത് സർവൈവൽ സീരീസ് നമ്മൾ തുടങ്ങിയാലും നിങ്ങൾക്കറിയില്ലായിരിക്കും. എന്തായാലും ഏത് സർവൈവൽസ് തുടങ്ങിയാലും വില്ലേജേഴ്സിൻ്റെ വസ്തു കാര്യം ഊറ്റാതെ ഒരാൾ പോലും, ഒരു മൈൻക്രാഫ്റ്റ് യൂട്യൂബർ പോലും ഇല്ല. ഇവൻ സുധനം പോലും വില്ലേജേഴ്സിനെ എന്തെങ്കിലും ഇട്ടെങ്കിൽ വേണം. സുധനം വരെ വില്ലേജേഴ്സിനെ തന്നെ തൂക്കിയിട്ടുണ്ട്. അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഊറ്റുന്നൊക്കെ ചൊപ്പ സമാനി. നമുക്ക് വേഗം ക്രാഫ്റ്റ് ടേബിൾ പ്ലേസ് ചെയ്യാം. ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ വീറ്റ് വേണം. നമ്മൾക്ക് അത് കാര്യം ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ചെസ്റ്റിനകത്ത് 3 സ്റ്റാക്ക് ലോഗ് ഈ ചെസ്റ്റിനകത്ത് അഡീഷണലായിട്ട് ഇരിക്കട്ടെ. ആൻഡ് നമുക്ക് പുറത്തുനിന്ന് ലോഗിൻ്റെ ആവശ്യം നല്ലതായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ 3 സ്റ്റാക്ക് ലോഗ് ചെയ്ത് നമുക്ക് താഴെ ചെന്ന് താഴത്തെ ചെസ്റ്റിലോട്ട് മിച്ചമുള്ളൂ നമ്മുടെ ഉള്ള 60 ലോഗും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കി മൈനിങ് നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. ഈ വീഡിയോ അല്ല, നാളെ ഇനിയും വരുന്ന വീഡിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് കാണുന്ന വീഡിയോ ആയിരിക്കും. ഇനിയായിട്ട് ഇട്ട വീഡിയോ ആണ് നാളെ വരുന്നത്. സോ ഞാൻ വേഗം ഏവിയലിനെ വേഗം വീറ്റാക്കി മാരുടെ 60 നമ്മളെ ഏവിയലിൻ്റെ ഒക്കെ ഒരു കഴിവേ. 3 സ്റ്റാക്കോളം അടുപ്പിച്ച് 3 സ്റ്റാക്കിൽ കൂടുതൽ വീറ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം 4 സ്റ്റാക്കോളം വീറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
3 സ്റ്റക്ക് 60 എണ്ണം വീറ്റ്. സോ ഒന്നും നോക്കാനില്ല, ഉണ്ടാക്കുന്നതിൻ്റെ മാക്സിമം ബ്രെഡ് അങ്ങ് ഉണ്ടാക്കുക. അത്രേ നമുക്ക് നടക്കത്തുള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് എക്സ്ട്രാ കെയർഫുള്ളായിട്ടേ കളിക്കുന്നുള്ളൂ. ബിക്കോസ് ഒരു സ്റ്റാക്കും 5 എണ്ണവും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കാം. മൂന്നെണ്ണം. ഓക്കെ, 25 എണ്ണം ആക്കണ്ട. ഒരു ഇന്ത്യൻ ബേക്കപ്പ് വില്ലേജ്. ഇന്ത്യൻ എന്തായാലും 25 ഞാൻ ഇൻവെൻറ്റ് വെച്ചേക്കാം. അപ്പോൾ ഇപ്പം തന്നെ 11 മിനിറ്റ് കഴിയാറായെന്ന് തോന്നുന്നു. സോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.